എവ്രിവൺ. നിങ്ങൾ എല്ലാവരും ചോദിച്ചിരുന്ന ഒരു ടോപ്പിക്കായിരുന്നു ബ്ലഡ് ഗ്രൂപ്പ് എന്നുള്ളത് അല്ലേ. ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു ഷുവർ ക്വസ്റ്റൻ ആയിട്ട് തന്നെ നമുക്ക് പറയാവുന്ന ഒരു ഭാഗമാണ്. കാരണം ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റി ചോദ്യങ്ങളില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ 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 കുറവാണ്. ഓക്കെ, അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇതിലിങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരിക്കില്ല. അതായത് ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൻറ്റിജൻ ഏത്, ആൻറ്റിബോഡി ഏത് എന്നുള്ള ക്വസ്റ്റൻ ആയിരിക്കില്ല വരുന്നുണ്ടായിരിക്കുക. അധികവും നിങ്ങളോട് ചോദിക്കുന്നുണ്ടായിരിക്കുക, ഇപ്പോൾ ഒരാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരാൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡൻറ്റിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ബ്ലഡ് വാങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ ബ്ലഡ് അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ്? അത്തരത്തിലുള്ള ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻ ആയിരിക്കും നമുക്ക് യൂഷ്വലി ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും ചോദിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൻറ്റിജനും ആൻറ്റിബോഡിയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാരിൽ നിന്നും ഓരോരുത്തർക്ക് ബ്ലഡ് വാങ്ങാൻ സാധിക്കും അല്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കും? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. യെസ്, അപ്പോൾ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുന്ന സമയത്ത് ഏതൊരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുമ്പോഴും ആ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ RBC അഥവാ റെഡ് ബ്ലഡ് സെല്ലിൽ എന്തുണ്ടായിരിക്കും? ഈ പറയുന്ന എന്തുണ്ടായിരിക്കും? ആൻറ്റിജൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ RBC അഥവാ റെഡ് ബ്ലഡ് സെൽസ് ഓക്കെ, ഈ റെഡ് ബ്ലഡ് സെല്ലുകളിൽ എന്തുണ്ടായിരിക്കും? ആൻറ്റിജൻസ് ഉണ്ടായിരിക്കും. ആൻറ്റിജൻസ്. അപ്പോൾ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പിൽ ഉള്ള ആൻറ്റിജൻ ഏതാണോ, ഓക്കെ, ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിലുള്ള RBCയിലുള്ള ആൻറ്റിജൻ ഏതാണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൻറ്റിജൻ എന്ന് പറയുന്നത് A ആണെന്ന് വിചാരിക്കുക. ആൻറ്റിജൻ A ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് A തന്നെയായിരിക്കും. നമ്മൾ അയാൾ ഏത് ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ട ആളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പ് A ആണെന്ന് പറയും. ഇനി ആൻറ്റിജൻ B ഉള്ള ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് B ആയിരിക്കും. ഓക്കെ, ഇനി ഒരാളുടെ ശരീരത്തിലെ RBC അഥവാ റെഡ് ബ്ലഡ് സെൽസ് അഥവാ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ അരുണ രക്താണുക്കളിൽ ആൻറ്റിജൻ Aയും ഉണ്ട്, ആൻറ്റിജൻ Bയും ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? Aയും ഉണ്ട്, Bയും ഉണ്ട്. തീർച്ചയായിട്ടും ഏതായിരിക്കും? AB ആയിരിക്കും ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഒരാളുടെ ശരീരത്തിൽ ആൻറ്റിജൻ ഇല്ല, ഒരാളുടെ ശരീരത്തിലെ RBCയിൽ എന്തില്ല? ആൻറ്റിജൻ ഇല്ല എന്ന് കരുതുക. ആൻറ്റിജൻ ഇല്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ബ്ലഡ് ഗ്രൂപ്പ് O ആയിരിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പറയുന്നത് ആ ബ്ലഡിലുള്ള അല്ലെങ്കിൽ RBCയിലുള്ള ആൻറ്റിജൻ ഏത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ, ഇനി ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു ആൻറ്റിജൻ A ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പിൽ, ഓക്കെ, ഒരാളുടെ ബ്ലഡിൽ എന്താണ്? ആൻറ്റിജൻ A ആണെന്ന് പറഞ്ഞു. ആൻറ്റിജൻ A ഉള്ള ആളുടെ ബ്ലഡ് ഗ്രൂപ്പിൽ ഉള്ള ആൻറ്റിബോഡി എന്ന് പറയുന്നത് ഏതായിരിക്കും? ആൻറ്റിബോഡി എന്ന് പറയുന്നത് B ആയിരിക്കും. ഓക്കെ, ആൻറ്റിജൻ A. ഓക്കെ, ഈ ആൻറ്റിബോഡി B എന്ന് നമ്മൾ എഴുതിയത് അതായത് ആൻറ്റിജൻ എന്ന് പറയുന്നത് A ആണെങ്കിൽ ആ ആളുടെ ബ്ലഡിലുള്ള ആൻറ്റിബോഡി എന്ന് പറയുന്നത് ഏതായിരിക്കും? ആൻറ്റിബോഡി എന്ന് പറയുന്നത് B ആയിരിക്കും. ഇത് ഓർക്കാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞുതരാം. ആൻറ്റിബോഡീസ് യൂഷ്വലി എപ്പോഴാണ്, അതായത് എന്തിനെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാനാണ് ആൻറ്റിബോഡീസ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ആൻറ്റിജൻ A ഉള്ള ഒരാളുടെ ബ്ലഡ്, ഓക്കെ, ഒരാളുടെ ബ്ലഡിൽ ഏതാണ് ആൻറ്റിജൻ? ആൻറ്റിജൻ എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ അയാൾക്ക് A എന്ന് പറയുന്ന ആൻറ്റിജനെ പരിചയമുണ്ട്, അയാൾക്ക് Bനെ പരിചയമില്ല, അയാൾക്ക് അറിയില്ല ആരാണ് B എന്ന് അറിയില്ല. അപ്പോൾ അറിയാത്ത ഒരാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും എന്തുണ്ടായിരിക്കുക? നമ്മുടെ ആൻറ്റിബോഡി ഉണ്ടായിരിക്കുക. അപ്പോൾ ആൻറ്റിജൻ A ഉള്ള ആളെന്ന് പറയുമ്പോൾ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് A. അപ്പോൾ അയാളുടെ ഉള്ളിലുള്ള ആൻറ്റിബോഡി എന്ന് പറയുന്നത് ഏതായിരിക്കും? ആൻറ്റിബോഡി B ആയിരിക്കും. കാരണം അയാൾക്ക് B തന്നെയാണ് അറിയാത്തത്. ആരെയാണോ പരിചയമില്ലാത്തത് അയാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഓക്കെ, ആൻറ്റിജൻ എന്ന് പറയുന്നത് ആൻറ്റിജൻ B ആണെന്ന് കരുതുക. ആൻറ്റിജൻ B ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് B ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ? നമ്മൾ പറഞ്ഞു, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഏത് ആൻറ്റിജൻ ആണോ ഉള്ളത് അതായിരിക്കും ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൻറ്റിജൻ B ആണെങ്കിൽ ആ ആളുടെ ശരീരത്തിലെ ആൻറ്റിബോഡി ഏതായിരിക്കും? ആൻറ്റിജൻ B ആണ്, Bനെ പരിചയമുണ്ട്, Bനെ അറിയാം. അറിയാത്തത് ആരെയാണ്? Aനെയാണ് അറിയാത്തത്. അതുകൊണ്ട് ഏതായിരിക്കും അവിടെയുള്ള ആൻറ്റിബോഡി എന്ന് പറയുന്നത്? ആൻറ്റിബോഡി A ആയിരിക്കും. ആൻറ്റിബോഡി A ആയിരിക്കും. ഇനി Aയും Bയും ആൻറ്റിജൻ ഉള്ള ഒരാൾ, Aയും Bയും ആൻറ്റിജൻ ഉണ്ടെന്ന് വിചാരിക്കാം. Aയും Bയും ആൻറ്റിജൻ ഉണ്ടെങ്കിൽ രണ്ടുപേരെയും പരിചയം ഉണ്ടായിരിക്കും, രണ്ടുപേരെ അറിയാം. അപ്പോൾ ആർക്കും ഇവരെയും ആൻറ്റിബോഡി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ആൻറ്റിജൻ എന്ന് പറയുന്നത്
ആൻറ്റിജൻ എ ബി ആണ് എന്നുണ്ടെങ്കിൽ, ആൻറ്റിജൻ എ ബി ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള ആൻറ്റിബോഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൻറ്റിബോഡി നില്ലായിരിക്കും. അതിൽ എന്തുണ്ടായിരിക്കില്ല? ആൻറ്റിബോഡി ഉണ്ടായിരിക്കില്ല. കാരണം എന്താ? എനെ അറിയാം, ബീനെ അറിയാം. അപ്പോൾ പിന്നെ ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആൻറ്റിബോഡി ഉണ്ടാക്കേണ്ടത്? അങ്ങനെ ആലോചിക്കാം. ഇനി ആൻറ്റിജൻ, ഇനി നമ്മൾ പറഞ്ഞു ഈ പറയുന്ന പോലെ ഒരാളുടെ ശരീരത്തിൽ ഈ പറയുന്ന പോലെ ആൻറ്റിജൻ ഇല്ല. ഓക്കെ, ആൻറ്റിജൻ എന്ന് പറയുന്നത് ഇല്ല. ഓക്കെ, ആൻറ്റിജൻ ഇല്ല. അപ്പോൾ എന്താണ്? എനെയും അറിയില്ല, ബിനെയും അറിയില്ല. എനെയും അറിയില്ല, ബിനെയും അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ശരീരത്തിൽ ഏതൊക്കെ ആൻറ്റിബോഡീസ് ഉണ്ടായിരിക്കും? ആൻറ്റിബോഡി എയും ഉണ്ടായിരിക്കും, ബിയും ഉണ്ടായിരിക്കും. 2 ആൻറ്റിബോഡീസ് ഉണ്ടായിരിക്കും. കാരണം 2 പേരെയും പരിചയമില്ല. ഇത്രയും ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ബ്ലഡ് ഗ്രൂപ്പ് എ എന്ന് പറയുമ്പോൾ അതിലുള്ള ആൻറ്റിജൻ ഏതാണ്? എ ആയിരിക്കും. ഓക്കെ, എനെ പരിചയമുണ്ട്. അങ്ങനെയാണെങ്കിൽ പരിചയമില്ലാത്തത് ബീനെയാണ്. അപ്പോൾ അവിടെയുള്ള ആൻറ്റിബോഡി നിങ്ങൾ ആലോചിക്കുക. ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവമാണെന്ന് കരുതാം. അപ്പോൾ ആൻറ്റിബോഡി ഏതായിരിക്കും? ബി ആയിരിക്കും. ഇനി ആൻറ്റിജൻ ബി ആണെന്നുണ്ടെങ്കിൽ, അതായത് ബി ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിജൻ ബി ആയിരിക്കും. ആൻറ്റിജൻ ബി ആണെങ്കിൽ ബീനെ അറിയാം, എനെ പരിചയമില്ല. അതുകൊണ്ട് ആൻറ്റിബോഡി എന്ന് പറയുന്നത് ഏതായിരിക്കും? ആൻറ്റിബോഡി എ ആയിരിക്കും. ഇനി എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ എനെയും, അതായത് എ ആൻറ്റിജൻ ഉണ്ട്, ബി ആൻറ്റിജൻ ഉണ്ട്, 2 പേരെയും പരിചയമുണ്ട്. അതുകൊണ്ട് എന്തിൻ്റെ ആവശ്യമില്ല? ആൻറ്റിബോഡിയുടെ ആവശ്യമില്ല. ആൻറ്റിബോഡി നില്ലായിരിക്കും. ഇനി ഓ ബ്ലഡ് ഗ്രൂപ്പ്, അതായത് എന്താണ്? ആൻറ്റിജൻസ് ഒന്നും തന്നെ ഇല്ല, എയും ഇല്ല, ബിയും ഇല്ല. അപ്പോൾ 2 പേർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസും അവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇത് കൂടാതെ നമ്മൾ ഈ പറഞ്ഞ ആൻറ്റിബോഡീസ് എ ബി സി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ആൻറ്റിജൻ എ ബി സി ഡിയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ഇത് കൂടാതെ മറ്റൊരു ഒരു ആൻറ്റിജൻ കൂടി നമുക്ക് നമ്മുടെ ഈ പറയുന്ന ബ്ലഡിൽ കാണാനായിട്ട് സാധിക്കും. അതാണ് ഇത് ആൻറ്റിജൻ ഡി എന്ന് പറയുന്നത്. ആൻറ്റിജൻ ഡി അഥവാ RH ഫാക്ടർ എന്ന് പറയും. RH ഫാക്ടർ എന്ന് പറയും. ആൻറ്റിജൻ ഡി അല്ലെങ്കിൽ RH ഫാക്ടർ. ഈ RH ഫാക്ടർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് RH ഫാക്ടർ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി നേരെ മറിച്ച് ഈ പറയുന്ന RH ഫാക്ടർ ആബ്സെന്റ് ആണെന്ന് വിചാരിക്കാം. RH ഫാക്ടർ ആബ്സെന്റ് ആണെങ്കിൽ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? O പോസിറ്റീവ്, O നെഗറ്റീവ്, A പോസിറ്റീവ്, A നെഗറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും? A പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെ ആൻറ്റിജൻ ഉണ്ട്? A പോസിറ്റീവ് എന്ന് പറയുമ്പോൾ A ആൻറ്റിജൻ ഉണ്ട്, A ബ്ലഡ് ഗ്രൂപ്പാണ്, A ആൻറ്റിജൻ ഉണ്ടായിരിക്കും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഏതും ഉണ്ടായിരിക്കും? RH ഫാക്ടർ അഥവാ ആൻറ്റിജൻ ഡിയും ഉണ്ടായിരിക്കും. ഇനി A നെഗറ്റീവ് എന്ന് പറയുമ്പോഴോ? A നെഗറ്റീവ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? A നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, A നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? A ആൻറ്റിജൻ ഉണ്ട്, A ബ്ലഡ് ഗ്രൂപ്പാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആൻറ്റിജൻ ഡി അല്ലെങ്കിൽ RH ഫാക്ടർ ഇല്ല. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് ഏതൊക്കെ ബ്ലഡിൽ നിന്ന്, നമുക്ക് ഏതൊക്കെ ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റും? എല്ലാ ബ്ലഡ് ഗ്രൂപ്പിലുള്ളവർക്കും എല്ലാവർക്കും രക്തം ദാനം ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും സ്വന്തം രക്തം ദാനം ചെയ്യാനായിട്ട് എല്ലാവർക്കും രക്തം ദാനം ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാവരിൽ നിന്നും രക്തം സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിന് ചില പ്രശ്നങ്ങളുണ്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ? അതെന്താണ്? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു വ്യക്തിയുടെ ആൻറ്റിജൻ എന്ന് പറയുന്നത് A ആണ്, അതിൽ ആൻറ്റിബോഡി എന്ന് പറയുന്നത് ബിയുമാണ്. A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു വ്യക്തി B ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു വ്യക്തിയിൽ നിന്നും രക്തം സ്വീകരിക്കുകയാണെന്ന് വിചാരിക്കുക, ബ്ലഡ് റിസീവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾ, A രക്തഗ്രൂപ്പ് ഉള്ള ഒരാൾ B രക്തഗ്രൂപ്പ് ഉള്ള ഒരാളിൽ നിന്നും രക്തം സ്വീകരിക്കുകയാണെന്ന് വിചാരിക്കുക, ബ്ലഡ് റിസീവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം A ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിജൻ എയും ആൻറ്റിബോഡി ബിയുമാണ്. B ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ അതിൽ ആൻറ്റിജൻ എന്ന് പറയുന്നത് ബിയും ആൻറ്റിബോഡി എന്ന് പറയുന്നത് എയുമാണ്. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? B ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ ബിയിൽ നിന്നും A എന്ന് പറയുന്ന ആള് എന്താണ് രക്തം സ്വീകരിക്കുകയാണെങ്കിൽ ഈ B ബ്ലഡ് ഗ്രൂപ്പിലുള്ള B ആൻറ്റിജനും A ബ്ലഡ് ഗ്രൂപ്പ് അഥവാ A രക്തഗ്രൂപ്പിലുള്ള B ആൻറ്റിബോഡിയും തമ്മിൽ എന്ത് സംഭവിക്കും? റിയാക്ഷൻ അഥവാ പ്രതിപ്രവർത്തനം നടക്കും. പ്രതിപ്രവർത്തനം നടക്കും. റിയാക്ഷൻ നടക്കും. റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കും. ബ്ലഡ് എന്ത് ചെയ്യും? ബ്ലഡ്
ക്ലോട്ട് ചെയ്യും, ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവും, രക്തം കട്ട പിടിക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ആന്റിബോഡി ബി ഉള്ളത് കൊണ്ട് തന്നെ, ബീനെ പരിചയമില്ലാത്തത് കൊണ്ടാണല്ലോ ഇവിടെ ആന്റിബോഡി ബി ഉള്ളത്. അപ്പോൾ ബിയിൽ നിന്നും രക്തം സ്വീകരിച്ചു കഴിഞ്ഞാൽ ബിയിലെ ബി ആന്റിജനും അതേപോലെ തന്നെ എയിലുള്ള ബി ആന്റിബോഡിയും തമ്മിൽ റിയാക്ഷൻ നടക്കും. സിമിലർ ആയിട്ട് ഇനി തിരിച്ചാണ് നമ്മൾ ആലോചിക്കുന്നതെന്നുണ്ടെങ്കിൽ നോക്കാം. ബി ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരാൾ എയിൽ നിന്നും രക്തം സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും? എ ബ്ലഡ് ഗ്രൂപ്പിലുള്ള എ ആന്റിജനും അതേപോലെ ബി ബ്ലഡ് ഗ്രൂപ്പിലുള്ള എ ആന്റിബോഡിയും തമ്മിൽ എന്ത് ചെയ്യും? റിയാക്ഷൻ നടക്കും, പ്രതിപ്രവർത്തനം നടക്കും. അതേപോലെ തന്നെ എ ബിയിൽ നിന്ന് വാങ്ങിയാലും ഇതേപോലെയുള്ള ഒരു പ്രശ്നം ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലെ. എന്താണ് ഇപ്പൊ എ ബിയിൽ നിന്നും ഇതേപോലെ എ ബിയിൽ നിന്നും എന്താണ് എ എന്ന് പറയുന്ന ആള് രക്തം സ്വീകരിക്കുകയാണെന്ന് വിചാരിക്കുക, ബ്ലഡ് റിസീവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇതിലും എന്തുണ്ട്? എയും ബിയും ആന്റിജൻ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ബി ആന്റിബോഡി ഉണ്ട്. ഇതിലെ ബി ആന്റിജനും ബി ആന്റിബോഡിയും തമ്മിൽ എന്ത് സംഭവിക്കും? റിയാക്ഷൻ നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് എ എന്ന് പറയുന്ന ആൾക്ക് ആരിൽ നിന്നൊക്കെ രക്തം സ്വീകരിക്കാം? തീർച്ചയായിട്ടും എയിൽ നിന്ന് തന്നെ രക്തം സ്വീകരിക്കാൻ പറ്റും. കാരണം എന്താണ്? അവിടെയുള്ള ആന്റിജൻസ് സെയിം ആണ്. അതുകൊണ്ട് എന്ത് നടക്കില്ല? അവിടെ റിയാക്ഷൻ, ആന്റിബോഡി ആയിട്ടുള്ള റിയാക്ഷൻ ഒന്നും നടക്കില്ല. അതുപോലെ തന്നെ എന്താണ് ഓ ബ്ലഡ് ഗ്രൂപ്പ് ശ്രദ്ധിക്കുക. ഓ ബ്ലഡ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഓ ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജൻ ഒന്നും തന്നെ ഇല്ല അല്ലെ, ആന്റിജൻ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മുടെ ആന്റിബോഡീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? റിയാക്ട് ചെയ്യാൻ ആളില്ല, പ്രതിപ്രവർത്തിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഓ ബ്ലഡ് ഗ്രൂപ്പിന് ആർക്ക് വേണമെങ്കിലും രക്തം കൊടുക്കാനായിട്ട് സാധിക്കും, ആർക്ക് വേണമെങ്കിലും രക്തം ദാനം ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ ഡോണറാണ് ആര്? ഓ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡോണറാണ് ആര്? ഈ പറയുന്ന ഓ ബ്ലഡ് ഗ്രൂപ്പ്. ആർക്ക് വേണമെങ്കിലും രക്തം കൊടുക്കാം. കാരണം എന്താണ്? അതിൽ ആന്റിജനുകൾ ഒന്നും ഇല്ല, ആന്റിജൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ബ്ലഡ് ഗ്രൂപ്പുമായിട്ടും എന്ത് നടക്കില്ല? ഈ പറയുന്ന റിയാക്ഷൻ നടക്കില്ല. കാരണം ഒരു ആന്റിബോഡി ആയിട്ടും റിയാക്ഷൻ നടക്കില്ല, ആന്റിജൻ ഇല്ലല്ലോ. സിമിലർലി എ ബി ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുന്ന സമയത്ത് ഇതിൽ 2 ആന്റിജൻസും ഉണ്ട് അല്ലേ, പക്ഷെ അതിൽ എന്തില്ല? ആന്റിബോഡി ഇല്ല. ആന്റിബോഡി ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്? ആരിൽ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം? എ ബിക്ക് രക്തം സ്വീകരിക്കാം. കാരണം ഒരു ആന്റിജനായിട്ടും റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആരില്ല? ആന്റിബോഡി ഇല്ല. ആന്റിബോഡി ഉണ്ടെങ്കിൽ മാത്രമേ ഇവരായിട്ടൊക്കെ റിയാക്ഷൻ നടക്കുള്ളൂ. ആന്റിബോഡി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരുമായിട്ടും റിയാക്ഷൻ നടക്കില്ല. അതുകൊണ്ട് തന്നെ എ ബിക്ക് എന്ത് ചെയ്യാം? എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് ആരിൽ നിന്ന് വേണമെങ്കിലും രക്തം സ്വീകരിക്കാം. അതുകൊണ്ട് ഇത് ആരാണ്? യൂണിവേഴ്സൽ റിസീവർ ആണ്. ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാൻ ആർക്ക് പറ്റും? എ ബിക്ക് സാധിക്കും. ആർക്ക് വേണമെങ്കിലും രക്തം ദാനം ചെയ്യാൻ പറ്റുന്നത് ആരായിരിക്കും? ഓ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ എന്താണ്? ആന്റിജൻ എ, പ്രസൻസ് ഓഫ് ആന്റിജൻ എയും ആന്റിജൻ ബിയും റെഡ് ബ്ലഡ് സെല്ലിൽ ഉണ്ടോ എന്നുള്ളതിന്റെ ബേസിസിലാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഏത് ആന്റിജൻ ആണോ ഉള്ളത് ആ ആന്റിജന്റെ പേരിലായിരിക്കും എന്ത്? ആ ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പറയുന്നുണ്ടായിരിക്കും. ആന്റിജൻ എ ആണെങ്കിൽ എ ബ്ലഡ് ഗ്രൂപ്പ്, ആന്റിജൻ ബി ആണെങ്കിൽ ബി ബ്ലഡ് ഗ്രൂപ്പ്, എയും ബിയും ഉണ്ടെങ്കിൽ എ ബി ബ്ലഡ് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇപ്പോൾ ഒരു ബ്ലഡ് ഗ്രൂപ്പ് എ എടുക്കുന്ന സമയത്ത് എന്താണ്? എ ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ അതിലുള്ള ആന്റിബോഡി എന്ന് പറയുന്നത് ഏതായിരിക്കും? ആന്റിബോഡി ബി ആയിരിക്കും. അതേപോലെ ബ്ലഡ് ഗ്രൂപ്പ് ബി എടുക്കുന്ന സമയത്ത് അതിലുള്ള ആന്റിബോഡി എന്ന് പറയുന്നത് എ ആയിരിക്കും. യെസ്, ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു അനദർ ആന്റിജൻ വിച്ച് ഇസ് ദി ആന്റിജൻ ഡി അല്ലെങ്കിൽ RH ഫാക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന സെൽ മെംബ്രെയിൻ, നമ്മുടെ റെഡ് ബ്ലഡ് സെല്ലുകളുടെ സെൽ മെംബ്രെയിനിൽ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഉണ്ടെങ്കിൽ അവർ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഉണ്ടെങ്കിൽ അവരെന്തായിരിക്കും? പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരായിരിക്കും. ഇല്ലാത്തവർ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകളായിരിക്കും. ക്ലിയർ ആണോ? യെസ്. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഒരു ഫോറിൻ ആന്റിജൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അത് അതിലുള്ള നമ്മുടെ ഈ പറയുന്ന ശരീരത്തിലെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റ് ചെയ്യും. അതിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും? ഉത്തേജിപ്പിക്കും, സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനുയോജ്യമല്ലാത്ത രക്തം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്? ഈ പറയുന്ന ദാതാവിൻ്റെ രക്തത്തിലെ ആന്റിജനും, അതായത് കൊടുക്കുന്നത് ഡൊണേറ്റ് ചെയ്യുന്ന ആളുടെ ബ്ലഡിലെ ആന്റിജനും സ്വീകർത്താവിൻ്റെ രക്തത്തിലെ ആന്റിബോഡിയും റിസീവ് ചെയ്യുന്ന ആളുടെ രക്തത്തിലെ ആന്റിബോഡിയും തമ്മിൽ എന്ത് നടക്കും? റിയാക്ഷൻ അഥവാ പ്രതിപ്രവർത്തനം നടക്കും. പ്രതിപ്രവർത്തിച്ച് എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞ പോലെ രക്തം കട്ട പിടിക്കും. രക്തക്കട്ട അഥവാ ബ്ലഡ് ക്ലോട്ട് എന്ന് പറയുന്നത് ഫോം ചെയ്യും. രക്തക്കട്ട രൂപപ്പെടും. അതുകൊണ്ട് തന്നെ എന്താണ്? ഈ പറയുന്ന പോലെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? രക്തം കൊടുക്കാനും രക്തം വാങ്ങാനും കഴിയില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ കമൻറ്റ് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ മിസ് തരാം. ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഞാൻ ഇവിടെ എഴുതാം. ആ ബ്ലഡ് ഗ്രൂപ്പിൽ എന്താണ്? ഓക്കെ, യെസ്, പി പോസിറ്റീവ് എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിൽ
ഈ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൻറ്റിജൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ എഴുതണം. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇനി നമുക്ക് ഫർദർ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചെയ്യാണ്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇന്നത്തെ ലൈവിൽ ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാവരെയും ലൈവിൽ വെച്ച് കാണാം. ബൈ ബൈ.